പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞ സമയത്ത് കുറ്റിക്കരയുടെ പ്രദേശത്ത് ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിമിഷത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കപ്പെട്ട ആ സ്വാതന്ത്ര്യം ദേശത്തോട് അറിയിക്കുവാൻ കർത്താവ് ഇടയാക്കിയതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക തലമുറകൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പൊടുന്നനവേ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷയ്ക്ക് മോചനത്തിനായി ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ വിധങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അടൂരിന്റെ പ്രദേശം മുതൽ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ദേശത്തോട് വിളംബരം ചെയ്യുവാൻ ദൈവവിടെയാക്കിയ എല്ലാ വിധങ്ങൾക്കുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടം ഒരു വലിയ ആപത്തിന്റെയും പ്രയാസത്തിന്റെയും കാലഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. യൗവന ലോകം വളരെ ദുഃഖം നിറഞ്ഞ നിമിഷത്തിലേക്ക് പോയിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവരും ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊരു മോചനം നമുക്ക് ആവശ്യം തന്നെയാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വന്തം ഇഷ്ടം തെരഞ്ഞെടുത്തുകൊണ്ട് എന്തു പ്രവർത്തിക്കാനും എന്തു ചെയ്യുവാനും ഒരുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ അതിൽ നിന്ന് സത്യദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കി സത്യദൈവത്തെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ നന്മ പ്രാപിപ്പാൻ കർത്താവ് പുതുവഴികളെ തുറക്കുമാറാകട്ടെ. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുമാറാകട്ടെ. തുരുത്തിക്കര പ്രദേശമേ, പല പ്രാവശ്യം ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കപ്പെട്ടതാണ്. എന്നാൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അതിൽ സത്യം ദൈവത്തിന്റെ വചനവുമായി ഞങ്ങൾ കടന്നു വരികയാണ്. അല്പനിമിഷം, ചില നിമിഷങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു. സദൃശ്യവാക്യം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കും. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഒരു മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ കാലഘട്ടമാണ് യൗവന കാലഘട്ടം. വാർദ്ധക്യത്തിലേക്കാളും ബാല്യത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിത നിലവാരം നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം. യൗവന കാലഘട്ടത്തിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു: യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിനക്കൊരു സൃഷ്ടാവുണ്ടെന്ന് നീ ഓർത്തുകൊള്ളണം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമായിരിക്കുമ്പോൾ തന്നെ നിന്നെ മനഞ്ഞ ഒരുവനുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം കൊണ്ടുണ്ടാകുന്നു എന്ന് മാത്രമല്ല, അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ദേശമേ സഹോദരങ്ങളെ, ഇതാ അറിഞ്ഞുകൊള്ളുക. നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്, ദൈവം ഈ ഭൂമിയിലേക്ക് ആക്കിയത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം വിളിച്ചു പറയുക: നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസം വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുവാൻ സമയമായി. നിനക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറാൻ പോവുകയാണ്. നിനക്കത് ജീവിതത്തിൽ തന്നെ നിനക്ക് അനുഭവിപ്പാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് വരാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. അതിനു മുന്നമേ നിന്റെ യൗവനകാലത്ത് നിനക്കൊരു സൃഷ്ടാവുണ്ടെന്നും നിന്നെ ഭൂമിയിലേക്ക് അയച്ചത് സ്വർഗസ്ഥനായ പിതാവാണെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ ഭാഗത്തേക്ക് മടങ്ങി വരുവാൻ സത്യവചനം നിന്നോട് പറയുന്നു. നിന്റെ കാതിൽ കൂടി നിന്റെ ഹൃദയത്തിലേക്ക് സത്യവചനം ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുക. ഇതാ ദൈവത്തിന്റെ പറയുന്നു: ഒരു വലിയ ദുർദിവസം കടന്നു വരാൻ പോകുന്നു. ആ കാലഘട്ടം എങ്ങനെയാണ് നിനക്ക് കടന്നു വരുന്നത്? എവിടെ കാലത്തിൽ തന്നെയാണോ? വാർദ്ധക്യ നിമിഷത്തിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല. ഏത് നിമിഷത്തിലും വലിയ പ്രയാസത്തിന്റെ കാലഘട്ടം വരുമ്പോൾ ആ നിമിഷത്തിൽ വരുവാനല്ല, ഇതാ നല്ല സമയത്ത് തന്നെ നിന്റെ കർത്താവിനെ നീ തിരഞ്ഞെടുത്തു കൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം നിന്നോട് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ മേൽ നൽകപ്പെട്ട ഒരു നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാ. ഒരു രക്ഷ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു രക്ഷയ്ക്ക് വേണ്ടി നീ ഹൃദയത്തിൽ കാക്ഷിക്കുന്നുവെങ്കിൽ, പ്രിയ യൗവനക്കാരാ, ഇതാ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ നിനക്കൊരു നാമമില്ല വിടുതൽ പ്രാപിപ്പാൻ. ഈ ലോകം നിനക്ക് സമാധാനം തരത്തില്ല. നിന്റെ മാതാപിതാക്കൾ നിനക്ക് സമാധാനം തരത്തില്ല. നിന്റെ ഭവനം നിനക്ക് സമാധാനം തരത്തില്ല. ഈ സമാധാനം തരുന്ന ഒന്നേ ഉള്ളൂ: നിന്റെ കാലില് നിന്റെ കർത്താവ് രക്ഷിതാവുമായവൻ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നീ അനുഭവിക്കണമെങ്കിൽ ഇതാ
കർത്താവിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞത്, നാം നശിക്കാതെ ഇരിപ്പാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ യേശു ലോകത്തെ സ്നേഹിച്ചുവെന്ന. നമ്മുടെ കർത്താവ് ലോകത്തെ സ്നേഹിച്ചത് നാം നശിച്ചു പോകാതിരിക്കാനാ. നാം നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ട. ഈ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുന്നുവെങ്കിൽ നാശത്തിൽ നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു സമാധാനമുണ്ട്, നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും ഒരു നന്മയായി പലരെയായിത്തീരും. അതാരും നിനക്ക് പറഞ്ഞു തരികയില്ല. നിന്നോട് പറയുവാനുള്ളത് ദൈവത്തിന്റെ വചനമല്ലാതെ, ഈ സത്യവേദ പുസ്തകമല്ലാതെ ആരും നിന്നോട് പറഞ്ഞു തരികയില്ല. ഇതാ ഈ നിമിഷം ഞങ്ങൾ നിന്നോട് വിളിച്ചു പറയുന്നു, ഇതാ ഒരു ദിവസം കടന്നു വരുവാൻ പോവുകയാണ്. ആ കാലഘട്ടങ്ങളിൽ നിനക്ക് അവിടുന്ന് രക്ഷ നേടുവാൻ കഴിയാത്തൊരവസ്ഥ വരും. ആ നിമിഷത്തിന് മുന്നമേ രക്ഷ നേടുവാൻ ഇതാ ഒരു സുവർണ അവസരം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. അതിനുവേണ്ടി വരുവാൻ കർത്താവ് നിന്നെ ഒരുക്കുകയാണ്. ആ ധർമ്മം മോചിച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ ദൈവവചനം പറയുന്നത്. ആ ധർമ്മം മോചിച്ചു കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ധർമ്മമല്ലാത്തതെല്ലാം അധർമ്മമാണ്. ഈ അധർമ്മം നിന്റെ ജീവിതത്തിൽ മോചിച്ചു കിട്ടുന്നുവെങ്കിൽ ഇതാ അധർമ്മം മോചിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ ധർമ്മത്തിൽ നിന്നൊരു വിടുതൽ, ഇതാ പാപത്തിൽ നിന്നൊരു വിടുതൽ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവാന. ഈ ശബ്ദശ്രമങ്ങൾ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, അധർമ്മത്തിൽ നിനക്കൊരു മോചനം ആവശ്യമാണ്. പാപത്തിൽ നിനക്കൊരു മോചനം ആവശ്യമാണ്. പാപത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട്, നിന്റെ ക്രിയകൾ കൊണ്ട് ഒന്നും സാധിക്കില്ല. പാപത്തിൽ നിന്ന് വിടുതലൊറ്റ കാര്യമേ ഉള്ളൂ. നസ്രായനായ യേശു നിന്റെ രക്ഷിതാവും നിന്റെ വീട്ടെടുപ്പുകാരനും നിന്നെ സമാധാനത്തിലേക്ക് നയിക്കുമെന്ന് നീ മനസ്സിലാക്കുന്നുവെങ്കിൽ ഒരു വലിയ വിടുതൽ നിനക്ക് പ്രാപിക്കാനിടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപത്തെ മോചിക്കുവാൻ വേണ്ടി കാൽവരിയുടെ കൊലക്കത്തിൽ അവൻ 3 നാളുകളിൽ തൂങ്ങപ്പെടുവാനിടയായി തീർന്നു. റോമാ ഗവൺമെന്റ് സകല ശ്രേഷ്ഠമായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവനെ തിരിഞ്ഞു നോക്കുവാനിടയായി. എന്തിനാണെന്നറിയുമോ? അവനിലൊരു പാപം കണ്ടെത്തുവാൻ. അവനിലൊരു പാപവും ശ്രദ്ധിച്ചില്ല. അവൻ പാപമില്ലാത്തവൻ, പാപം തീണ്ടിയിട്ടില്ലാത്തവൻ. പാപത്തെ കുറിച്ച് മനുഷ്യരോട് പറഞ്ഞു വന്നു. പാപത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ട്. അത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. യേശു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിനാണ്. നമുക്ക് അധർമ്മത്തിൽ നിന്ന് വിടുതൽ തരുവാൻ വേണ്ടിയാ. അതുകൊണ്ട് സഹോദര സഹോദരിയെ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് വലിയൊരു അനർത്ഥം കടന്നു വരുവാൻ പോകുന്നു. ഒരു വലിയ വേദനയുടെ കാലഘട്ടം കടന്നു വരുവാൻ പോകുന്നു. ഈ ശബ്ദത്തിന്റെ ശ്രമത്തിൽ കേൾക്കുന്ന പ്രിയ സഹോദര, ആ വലിയ വേദനയുടെ നടുവിൽ നിന്ന് ഒരു വിടുതൽ നിങ്ങൾ പ്രാപിച്ചുള്ളൂ. ചുരുത്തിക്കര പ്രദേശമേ, ഹല്ലേലൂയ. ദേശത്ത് പലപ്പോഴും ദൈവത്തിന്റെ വചനം കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി നിങ്ങളോട് വിളിച്ചു പറയുക, പാപത്തിൽ നിന്ന് നിങ്ങളൊരു വിടുതൽ പ്രാപിച്ചേ മതിയാകുള്ളൂ. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളാൻ. ഇതാ ദുർദിവസം കടന്നു വന്നു. നിനക്ക് കഴിയാത്തൊരു കാലഘട്ടം കടന്നു വരാൻ പോകുന്നു. അതിൽ നിന്നൊരു വിടുതൽ നീ പ്രാപിച്ചേ മതിയാകുള്ളൂ. ഇതാ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. പാപം കൂടാതെ ഇതാ നമ്മെ പ്രത്യക്ഷതയിലേക്ക് നമ്മെ ഭൂമിയിൽ ധരിക്കുവാൻ കർത്താവ് വീണ്ടും വരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നീ ഈ അധർമ്മത്തിൽ നിന്നും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കാലത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായിത്തീരും. മരണം കൊണ്ട് നമ്മുടെ ഇവിടെ അവസാനിക്കുന്നില്ല. മരണം കൊണ്ട് നിന്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നില്ല. പിന്നെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുവാനായി, ഈ ലോകത്തിൽ നിന്നെ വീണ്ടെടുക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു വരാൻ കാലമേറ്റവും ആസന്നമായിരിക്കുന്നു. ഇതാവൻ വരാൻ പോകുന്നു. ഇത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇതാ കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. അവൻ വരുമ്പോൾ നാമും അവരോട് ചേരുവാനിടയായിത്തീരും. ഇതാ ലോകം അവർ സംഭവങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ ലോകത്തിന്റെ വാർത്താമാധ്യമങ്ങൾ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല കാലഗതികളും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ ഈറ്റുനോവോടുകൂടെ ദേശം കാത്തിരിക്കുകയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി. സഹോദര, ഈ കൂടപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളും ഞങ്ങളും കാത്തിരിക്കുക. നിന്നെയും ആഹ്വാനം ചെയ്യുന്നു സഹോദര. കർത്താവിന്റെ വരവിങ്കിൽ നമുക്ക് ഒരുമിച്ച് വാനവേഗത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരു സുവർണാവസരം കർത്താവ് ഒരുക്കുകയാ. അതിലേക്ക് വരുവാൻ
സുരുദ്ധിക്കര പ്രദേശമേ, നിങ്ങളെയും കർത്താവ് വിളിക്കുന്നു. യൗവനക്കാര, നിന്റെ യൗവന ലോകത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവന ലോകത്തിൽ ദുർദിവസങ്ങൾ വന്ന് നീ നശിക്കാതിരിപ്പാൻ നിന്റെ സൃഷ്ടാവിനെ ഓർത്ത് മടങ്ങി വരുവാൻ ഒരു നല്ല കാലം നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഇതാ ഈ യൗവനകാലത്തിൽ നിനക്കിപ്പോൾ നല്ല നിമിഷമാണ്, നല്ല സമയമാണ്, ആരോഗ്യമുണ്ട്, എല്ലാം നിനക്കിട്ട് കഴിയും. എന്നാൽ അത് നിനക്ക് എത്ര കാലം നിന്റെ ജീവിതത്തിലേക്ക് നയിക്കുമെങ്കിൽ ഒരു മനുഷ്യന്റെ ആയുസ് 80, ഏറെയായാൽ 80, അതോടുകൂടി മനുഷ്യന്റെ ജീവിതം ഈ ലോകത്ത് കഴിയുകയാണ്. എന്നാൽ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതേക്കുറിച്ച് ഈ ലോകത്തുള്ള ആർക്കും തന്നെ പറഞ്ഞു തരുവാൻ കഴിയില്ല. വിശുദ്ധ വേദ പുസ്തകം വിളിച്ചു പറയുന്നു, ഇതിനപ്പുറം ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക്, ആ നിമിഷത്തിലേക്ക് നിന്നെയും കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവനകാലത്ത് നിനക്ക് ആ അടിത്തുപറക്കുവാനുള്ള കാലഘട്ടമല്ല. നിനക്കൊരു സൃഷ്ടാവുണ്ടെന്ന് അറിഞ്ഞ് അവന്റെ പിന്നാലെ, അവന്റെ അടുക്കലേക്ക് കർത്താവ് നിന്നെ മാടി വിളിക്കുന്നു. ഈ വിളി നിന്റെ അവസാനത്തെ വിളിയാണോ? ഇതാ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, ഈ ശബ്ദം നിന്നോട് സംസാരിക്കുന്ന നാളെ എന്ന ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നാളത്തെ കുറിച്ച് നിനക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഇതാ ഈ ഒരു അവസരം നിന്റെ ഹൃദയത്തിൽ നീ സമർപ്പിച്ചുകൊണ്ട് ഈ ശബ്ദത്തിന്റെ ശ്രവണയിൽ നീ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു വലിയ അനർത്ഥത്തിൽ നിന്ന് പ്രാപിപ്പാനിടയായിത്തീരും. കർത്താവിന്റെ വരവെങ്കിൽ നിനക്ക് ആ വലിയ നന്മ പ്രാപിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയ ദേശനിവാസികളെ, നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളുടെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ആ സൃഷ്ടാവ് നിന്നെ മെനഞ്ഞവനാണ്. നിന്നെ കുറിച്ച് അവനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് വേണ്ടി നീ ഒരുക്കമുള്ളവനായി നിന്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ, നീ ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നിനക്ക് വിടുതൽ തന്നെ നിന്റെ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിന് ഇടയാകുമെന്നുള്ള ഒരു സദ്വർത്തമാനം നിങ്ങളോട് അറിയിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയതിനായി തുതിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഈ വചന ആശീർവദിച്ച് കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാഗത്ത് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.